ആപ്ലിക്കേഷൻ സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് സീറ്റുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. കഴിഞ്ഞ വർഷം കുറെ അധികം ആളുകൾക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണിത്. BSc നഴ്സിംഗിന് അപ്പോൾ നീറ്റ് എക്സാം എഴുതണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം MBBS-ഉം BDS-ഉം ഒക്കെ കൂടാതെ നിരവധി കോഴ്സുകൾ BSc ഫോറസ്ട്രി, BSc അഗ്രികൾച്ചർ. ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് ANJ ഫ്രം റേസ്. സോ നമ്മൾ കാത്തിരുന്ന നീറ്റ് എക്സാമിന്റെ അപ്ലിക്കേഷൻ ഫോം അങ്ങനെ NTA അവരുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ഒക്കെ അറിയാം. ഇനി ആരൊക്കെയാണ് നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്? MBBS-ഉം BDS-ഉം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണോ? നഴ്സിംഗ് ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അവർ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ നീറ്റ് സ്കോറിന്റെ ബേസിൽ ഏതൊക്കെ കോളേജുകളിലേക്കാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ നടക്കുക? ഈ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു വീഡിയോയിലൂടെ തരാൻ പോവാണ്. സോ ഇവിടെ കാണുന്നത് പോലെ നീറ്റ് സ്കോറിന്റെ ബേസിൽ അഡ്മിഷൻ നടക്കുന്ന വിവിധ കോഴ്സുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ MBBS BDS മാത്രമല്ല BUMS ഉണ്ട്, BHMS ഉണ്ട്, BAMS ഉണ്ട്, BVSc വെറ്റിനറി ആണ്, BSc ഫോറസ്ട്രി, BSc ബയോടെക്നോളജി, BSc ഓണേഴ്സ് അഗ്രികൾച്ചർ തുടങ്ങി നിരവധി കോഴ്സുകൾ നീറ്റ് സ്കോറിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കോഴ്സുകളിലേക്കൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ നീറ്റ് തീർച്ചയായും ക്വാളിഫൈ ചെയ്യുക, നീറ്റിൽ ഒരു നല്ല സ്കോർ തന്നെ വാങ്ങിയെടുക്കുക. ആൻഡ് ഇത് മാത്രമല്ല, ഇനി നമുക്കറിയേണ്ടത് കീം എക്സാമിനെ കുറിച്ച്. ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ ചില കുട്ടികൾക്ക് സംശയമുണ്ട്, നീറ്റ് എക്സാം എഴുതുന്ന എല്ലാവരും കീം എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അപ്പം നീറ്റ് എഴുതുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ 85%, കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 85% സീറ്റുകൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ വരുന്നതാണ്. ബാക്കി 15% ഓൾ ഇന്ത്യ കോട്ടയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ കുട്ടികൾക്കും നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സീറ്റാണത്. നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ തമിഴ്നാട്ടിലെ കുട്ടിക്കും കർണാടകയിലെ കുട്ടിക്കും ഒക്കെ ആ 15% സീറ്റിൽ അപ്ലൈ ചെയ്യാം. ഈ 85% സീറ്റ് ആഗ്രഹിക്കുന്ന കുട്ടി തീർച്ചയായും കീമിൽ രജിസ്റ്റർ ചെയ്യണം. കീം എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. കീമിൻ്റെ അപ്ലിക്കേഷൻ ഫോം എപ്പോഴാണോ റിലീസ് ചെയ്യുക, കീമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്നാണോ വരിക, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്കുക. കീം എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ്, കേരളത്തിലെ എഞ്ചിനീയറിംഗ്, അതേപോലെ ആർക്കിടെക്ചർ, അതേപോലെ വിവിധ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള, അത് BPharm പോലെയുള്ള കോഴ്സുകളിലേക്കുള്ള ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആണ് ശരിക്കും. എഞ്ചിനീയറിംഗ് ആസ്പിറൻസും അതേപോലെ ഞാൻ പറഞ്ഞു ആർക്കിടെക്ചറുകാർ, അതേപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് കീമിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. എനിവേ നമ്മളുടെ കേരളത്തിൽ MBBS ആഗ്രഹിക്കുന്ന ഈ കുട്ടികളും കീം ഒന്ന് രജിസ്റ്റർ ചെയ്തേക്കണം. കീം എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ പല കുട്ടികൾക്കും ഈ ഒരു കാരണത്താൽ സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടുത്തെ 85% സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇപ്പോൾ എന്താണ് നീറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നീറ്റിൻ്റെ അപ്ലിക്കേഷൻ ഫോമാണ് വന്നിരിക്കുന്നത്. ഇനി ഒരുപാട് പേർക്ക് സംശയമുണ്ട് നഴ്സിങ്ങിനെ കുറിച്ച്. അപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു നീറ്റ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടോ, എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇതിൽ കുറേയധികം കാറ്റഗറിയാണ് എനിക്ക് പറയാനുള്ളത്. ഓൾറെഡി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ നീറ്റ് സ്കോറിൻ്റെ ബേസിലല്ല അഡ്മിഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കുട്ടികൾ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ മിലിറ്ററി നഴ്സിംഗ്, ഒരുപാട് വിദ്യാർത്ഥികൾ മിലിറ്ററി നഴ്സിംഗിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ തീർച്ചയായും നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നീറ്റിന് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തേക്കുക. അതേപോലെ എയിംസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എയിംസിൻ്റെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷനാണ്, അതിനുവേണ്ടി കാത്തിരിക്കുക. ആൻഡ് ജിപ്മർ കോളേജുകളിൽ നമ്മുടെ നീറ്റ് സ്കോറിൻ്റെ ബേസിലാണ് അഡ്മിഷൻ നടക്കുക. അപ്പോൾ ജിപ്മർ കോളേജുകളിലേക്ക് BSc നഴ്സിംഗ് ആഗ്രഹിക്കുന്നവർ, ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് BSc നഴ്സിംഗിന് ആഗ്രഹിക്കുന്നവർ നീറ്റ് തീർച്ചയായും എഴുതുക. അപ്പോൾ ഒരുപാട് കോഴ്സുകളിലേക്ക്, വിവിധ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യമാക്കുന്നതാണ് നീറ്റ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റ് എക്സാം മാൻഡേറ്ററി ആണ്. നമ്മുടെ ലൈഫിൽ നല്ലൊരു കരിയർ നമുക്ക് ഒപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാം മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ഡേറ്റ്, എൻഡിങ് ഡേറ്റ് എന്ന് പറയുന്നത് March 7 ആണ്. അപ്പോൾ March 7 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സക്സസ്ഫുൾ ആയിട്ട് ഫീ ട്രാൻസാക്ഷൻ നടത്തി നിങ്ങൾക്കതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. March 7 ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. ആ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആ വീഡിയോസൊക്കെ കാണുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിക്കോളൂ. നമ്മളുടെ ദിവസങ്ങൾ, നമ്മുടെ കൗണ്ട് ഡൗൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിലേത് കോഴ്സ്, MBBS BDS എന്ന് മാത്രമല്ല, ഇതിലേത് കോഴ്സ് ആഗ്രഹിക്കുന്ന കുട്ടികളും തീർച്ചയായും നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുക, നല്ല സ്കോർ നേടുക, നല്ല പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് തന്നെ അവലംബിക്കുക. സോ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.